Okay, next we have lasers. Heterostructure semiconductor lasers ആണ്. സോ അതിനുവേണ്ടി നമ്മൾ ഹെറ്ററോ ജംഗ്ഷൻ തന്നെയാണ് ഇനിഷ്യലി കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ സ്ട്രക്ചർ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫിഗറാണിത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്ന ഹോമോ ജംഗ്ഷൻ ഹെറ്ററോ സ്ട്രക്ചറും സെക്കൻഡ് ഫിഗറിലൊരു ഹെറ്ററോ ജംഗ്ഷനുമാണ്. അപ്പോൾ അതിനോട് കമ്പയർ ചെയ്തുള്ളൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നോക്കുക, ഹോമോ ജംഗ്ഷൻ ആണെങ്കിൽ രണ്ട് ഗാലിയം ആർസനൈഡ് ആണ്, അതിനകത്ത് ലൈറ്റ് പോകുന്നു. അതുപോലെ ഇപ്പം ഹെറ്ററോ ജംഗ്ഷൻ ആണെങ്കിൽ നോക്കുക, ഒരു അലുമിനിയം ഗാലിയം ആർസനൈഡ്, രണ്ട് അലുമിനിയം ഗാലിയം ആർസനൈഡ്, ബിറ്റ്വീൻ ഒരു ഗാലിയം ആർസനൈഡ്. ഇതൊരു ഹെറ്ററോ സ്ട്രക്ചറാണ്, ഇതൊരു ഹോമോ സ്ട്രക്ചറാണ്. ഓക്കെ, നമുക്കറിയാം നമ്മളൊരു ഇലക്ട്രോണിക്സിന് വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു വോൾട്ടേജ് കൊടുത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ലെയേഴ്സ് ഉണ്ട്. ഈ ഗാലിയം ആർസനൈഡിലെ ലെയറിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. ഈ അലുമിനിയം ഗാലിയം ആർസനൈഡ്, ഈ രണ്ട് റീജിയൻസിനെ പറയുന്ന പേരാണ് ക്ലാഡിംഗ് ലെയേഴ്സ് എന്ന് പറയും. ഈ ഗാലിയം ആർസനൈഡിൻ്റെ ലെയറിനെ പറയുന്നതാണ് ആക്റ്റീവ് ലെയർ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ. ഈ രണ്ട് ലെയേഴ്സിനെ പറയുന്ന പേരാണ് ക്ലാഡിംഗ് ലെയർ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ക്ലാഡിംഗ് ലെയറിൽ നിന്ന് ആക്റ്റീവ് റീജിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളൊരു എക്സ്റ്റേണൽ ബയസിങ് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് വോൾട്ടോ അല്ലെങ്കിൽ ഒരു എനർജിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ക്ലാഡിംഗ് ലെയറിൽ നിന്ന് ഈ ഒരു ആക്റ്റീവ് റീജിയനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ക്ലാഡിംഗ് ടു ആക്റ്റീവ് റീജിയനിലേക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഈ ആക്റ്റീവ് റീജിയനുള്ള ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാകും. എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷനൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്തുകൊള്ളുക. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ത് ചെയ്യും? ഹാപ്പൻ ചെയ്യും. സോ ഡ്യൂ ടു ദാറ്റ് പോപ്പുലേഷൻ ഇൻവേർഷൻ അവിടെ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാകും. സോ ഇതാണ് ഈ ഒരു ഹെറ്ററോ സ്ട്രക്ചർ സെമി കണ്ടക്ടർ ലേസറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോൺസ് ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ക്ലാഡിംഗ് ലെയറിന് ആക്റ്റീവ് റീജിയനിലേക്ക് മൂവ് ചെയ്യും. സോ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ആക്റ്റീവ് റീജിയൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ സംഭവിക്കും. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ മൂലം അവിടെ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, in optics, the refractive index or index of refraction of a material is a dimensionless number that describes how fast the light propagates through the material. എത്രത്തോളം സ്പീഡിൽ ഇലക്ട്രോൺസിന് ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റും മെറ്റീരിയൽ കൂടെ, അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിനു മുമ്പ് ഇവിടെ സെക്കൻഡ് ഫിഗർ കാണിക്കുന്ന രണ്ടിൻ്റെയും ഒരു എനർജി ബാൻഡ് ഡയഗ്രമാണ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വെച്ചുള്ള ഹോമോ ജംഗ്ഷനും ഹെറ്ററോ ജംഗ്ഷനും തമ്മിലൊരു കമ്പാരിസനാണ് കാണിക്കുന്നത്. സോ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കേസ് വരുന്നത് ഈ തേർഡ് ഫിഗറാണ്. സോ എൻ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇപ്പം ഹെറ്ററോ ജംഗ്ഷനും ഹോമോ ജംഗ്ഷനും കൺസിഡർ ചെയ്യുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറച്ചും കൂടെ കൂടുതലുള്ളത് ആർക്കാണ്? ഹെറ്ററോ ജംഗ്ഷനാണ് കമ്പയർഡ് ടു ഹോമോ ജംഗ്ഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ദ ലൈറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ ദി മെറ്റീരിയൽ, എത്രത്തോളം സ്പീഡിൽ ലൈറ്റിന് മെറ്റീരിയലോട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു 5% അല്ലെങ്കിൽ ഒരു 4.5% കൂടുതലാണ് ഹെറ്ററോ സ്ട്രക്ചർ കമ്പയർഡ് ടു ഹോമോ ജംഗ്ഷൻ സ്ട്രക്ചർ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഒരു നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ക്ലാഡിംഗ് ലെയറിൽ നിന്ന് എവിടെ ഇരിക്കും? നമ്മുടെ ആക്റ്റീവ് റീജിയനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പറയാം. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എല്ലാ ഫോട്ടോൺസും ഇപ്പോൾ സ്റ്റിമുലേഷൻ ഇൻവേർഷൻ സംഭവിക്കും നമ്മളവിടെ പറഞ്ഞു അല്ലേ. അപ്പം എല്ലാ ഫോട്ടോൺസും എന്ത് ചെയ്യും? ക്ലാഡിംഗ് ലെയറിൽ നിന്ന് എല്ലാ ഫോട്ടോൺസും ക്ലാഡിംഗ് ലെയറിൽ നിന്ന് ഈ ആക്റ്റീവ് റീജിയനിലേക്ക് വരും. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഇങ്ങനെ ഒരു കുറച്ചും കൂടെ ഹയർ ആയിട്ട് നിൽക്കുന്നത്. ഇനി അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതെന്താണ്? താഴത്തെ ഫിഗർ കണ്ടോ? ആക്റ്റീവ് റീജിയനിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടോ? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടെ കൺഫൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കൺഫൈൻഡ് ആയിട്ട് നിൽക്കണം. അപ്പം ഹോമോ ജംഗ്ഷനെ വെച്ച് നോക്കുമ്പം ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറേയും കൂടി എന്താണ്? കൺഫൈൻഡ് ആയിട്ട്, ലൈറ്റ്സ് മോർ കൺഫൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കറിയാം ക്ലാഡിംഗ് ലെയർ ശരിക്കും പറഞ്ഞാൽ രണ്ട് റെസ്പോൺസിബിലിറ്റി ക്ലാഡിംഗ് ലെയറിനുള്ളത്. ആക്ച്വലി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു എനർജി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ക്ലാഡിംഗ് ലെയറിനുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് എന്ത് ചെയ്യണം? നമ്മുടെ ആക്റ്റീവ് റീജിയനിൽ എത്തണം. പിന്നെ ഉള്ളത് എല്ലാ ഇലക്ട്രോൺസും അല്ലെങ്കിൽ എല്ലാ ഇതിനെയും നമുക്ക് ആക്റ്റീവ് റീജിയനിലേക്ക് കൺഫൈൻ ചെയ്യണം. കൺഫൈൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് എന്ത് ചെയ്യുന്നത്? ഹെറ്ററോ സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഹെറ്ററോ സ്ട്രക്ചർ സെമി കണ്ടക്ടർ ലേസറിൻ്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഹോമോയും ഹെറ്ററോയും നമ്മളെ കമ്പാരിസനെ, അതിൻ്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രാം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹയർ ആയിട്ടുള്ളത് ആർക്കാണ്? 5% ഹയർ ആർക്കാണ്?
ഹെറ്ററോജംഗ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് എല്ലാ ഫോട്ടോൺസ് എന്ത് ചെയ്യും, ക്ലാഡിംഗ് ലെയറിൽ നിന്ന് ആക്റ്റീവ് റീജിയനിലേക്ക് എത്തും. സോ ലൈറ്റും എന്തായിരിക്കും, വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിലുള്ള ആ ഒരു ഷേപ്പും ഇങ്ങനൊരു പീക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന വേറെ ലേസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ കൺഫൈൻഡ് ആയിട്ടിരിക്കുന്നത്. ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജുകളുണ്ട്. സോ ആ ഡിസഡ്വാൻറ്റേജുകൾ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെയും കുറേ ലേസറുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പം ഈ ലേസറിൻ്റെ പേരാണ് DH ലേസർ അല്ലെങ്കിൽ ഹെറ്ററോസ്ട്രക്ചർ സെമി കണ്ടക്ടർ ലേസർ എന്ന് പറയും. സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. ത്രഷോൾഡ് കറണ്ടാണ്. ദ ത്രഷോൾഡ് കറണ്ട്, ദാറ്റ് ഈസ് ദ മിനിമം കറണ്ട് നെസസറി ഫോർ ലേസർ ആക്ഷൻ ഈസ് ക്വൈറ്റ് ലാർജ്. ത്രഷോൾഡ് കറണ്ട് ഈസ് വെരി ലാർജ് ആണ്. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെയുള്ളത് നമ്മുടെ ആക്റ്റീവ് റീജിയൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലാണ്. ഇവിടെയുള്ള ആക്റ്റീവ് റീജിയൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലാണ്, തിന്നാക്കണം നമുക്ക്. അപ്പം ഇത് രണ്ടുമാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഡ്രോബാക്സ്. സോ ആ ഡ്രോബാക്സിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സ്ട്രക്ചർ കൊണ്ടുവന്നു. പുതിയൊരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തു. ആ ലേസറിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ പഠിച്ച ലേസറിൻ്റെ പേരാണ് ദീസ് ലേസസ് ആർ ഓൾസോ കോൾഡ് ഇൻഡെക്സ് ഗൈഡഡ് ലേസസ് ഓർ ബറീഡ് DH ലേസസ്. ഞാൻ പറഞ്ഞ ഈ പോയിൻറ്റ്സുകളെല്ലാം തന്നെ ഈ സ്ലൈഡ്സിലുണ്ട് കേട്ടോ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളതുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ വേവ് ലെന്ത് എന്ന് പറയുന്ന റേഞ്ചസ് ഫ്രം 750 to 880 നാനോമീറ്റർ ആണ്. ദെൻ ഒരു ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം ക്ലാഡിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, കൺഫേം ചെയ്യണം. ദ സറൗണ്ടിങ് ക്ലാഡിംഗ് ലെയേഴ്സ് പ്രൊവൈഡ് ആൻ എനർജി ബാരിയർ ടു കൺഫൈൻ carriers to the active region. When a bias voltage is applied in the forward direction, electrons holes are injected into the active layer. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്തൊരു പർട്ടിക്കുലർ ഈ DH ലേസറിനേക്കാളും കുറച്ചൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേസറാണ് ട്രാൻസ്വേഴ്സ് സ്ട്രിപ്പ് ജോമെട്രി കോൺഫിഗറേഷൻ. സോ ഒരു ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ട്രാൻസ്വേഴ്സ് ഷേപ്പിൽ നമ്മളൊരു പുതിയ ലേസർ എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുത്തു. നോർമലി ഒപ്റ്റിക്കൽ ഫൈബറിനൊക്കെ സൂറ്റബിൾ ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേസറാണിത്. അപ്പം ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേബിളും ഒക്കെ ആയിട്ട് കൂടുതൽ കപ്പിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേസറാണ്. ലേസറും മറ്റ് ലേസറും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിൻ്റെ അറേഞ്ച്മെൻറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ കുറേ സ്ട്രിപ്സുകളൊക്കെ അടങ്ങിയ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കുറേ സ്ട്രിപ്സുകൾ വരുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേസറാണിത്. ആ ഓറിയൻറ്റേഷനിൽ കുറേ മാറ്റം വന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ലേസർ എമിഷൻ ഉണ്ടാകുന്ന ഈ ഒരു സൈഡിൽ നിന്നാണ്. ഓക്കെ, അപ്പം പിന്നെ ഇതിനെയാണ് നമ്മൾ ഓൾറെഡി വിളിക്കുന്നത് ഇൻഡെക്സ് ഗേറ്റഡ് ലേസർ എന്ന് വിളിക്കുന്നത് ഇതിനെ തന്നെയാണ്. അപ്പം അത് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ P+ ഗാലിയം ആഴ്സനൈഡ്, P അലുമിനിയം ഗാലിയം, അലുമിനിയം ഗാലിയം ആഴ്സനൈഡിൽ അലുമിനിയം ഗാലിയം ആഴ്സനൈഡ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫർ സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലേസർ ഇങ്ങനെയായി മാറും. പിന്നെ ഇവിടെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രഷോൾഡ് കറണ്ടിനെ പ്രീവിയസ് വണ്ണിനേക്കാളും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. ത്രഷോൾഡ് കറണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു DH ലേസറിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ത്രഷോൾഡ് കറണ്ട് കൂടുതലാണെന്നുള്ളതാണ്. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ റെഡ്യൂസ് ദ ത്രഷോൾഡ് കറണ്ട്. ഓക്കെ.